നിസ്കാരത്തിൽ നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കുമ്പോൾ ആ നബി അത് കേട്ട് ഉത്തരം ചെയ്യുന്നുണ്ട് എന്ന നിലക്ക് മുസ്ലിമീങ്ങളുടെ നിസ്കാരത്തിൽ അവസാനത്തേതും ആദ്യത്തേതുമായ അത്തഹിയാത്തുവിൽ എല്ലാ മുസ്ലിമീങ്ങളും, ലോകത്ത് നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളെല്ലാം റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യന്മാർ മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ച് സഹായം തേടുന്നതിന് നമസ്കാരത്തിൽ തന്നെ തെളിവുണ്ട് എന്ന് ദുർവ്യാഖ്യാനത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ചില പണ്ഡിതന്മാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്താണ് അതിന് പറയുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയേ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പൊ നിസ്കാരത്തിൽ നമ്മൾ നബിയേ എന്ന് വിളിച്ചു. അപ്പൊ നബിയെ വിളിക്കാൻ തെളിവായി. അപ്പൊ നമ്മുടെ നിസ്കാരത്തിൽ വിളിക്കാമെങ്കിൽ നിസ്കാരത്തിന് പുറത്തും തെറ്റ് ചെയ്താൽ അത് പുറത്തു കിട്ടാൻ വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യാൻ വേണ്ടി നബിയെ വിളിക്കാം. ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി നബിയെ വിളിക്കാം. നബിയെ വിളിക്കാമെങ്കിൽ പിന്നെ മറ്റുള്ള ഔലിയാക്കന്മാരെയും എല്ലാവരെയും നമുക്കിങ്ങനെ വിളിക്കാവുന്നതാണ്. മീറ്റി ശൈഖിനെ വിളിക്കാം, ബദരീങ്ങളെ വിളിക്കാം, എല്ലാവരെയും വിളിക്കാം. എന്താ കാരണം? വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അസ്സലാമു അലൈക, ഹേ നബിയെ, അയ്യുഹൻ നബിയു, നബിയെ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ, നബിനെ വിളിച്ച് നമ്മൾ തേടുന്നുണ്ട് എന്നാണ് ദുർവ്യാഖ്യാനം. ഇത് ഏറ്റവും വലിയ അബദ്ധമായ ധാരണയാണ്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ഈ നിലക്കാണ് അത്തഹിയാത്ത് നിർവഹിച്ചിട്ടുള്ളത്. ഒരു വശം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിസ്കരിക്കുമ്പോൾ പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ് നബി അത്തഹിയാത്ത് ഓതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിനെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ ആരെങ്കിലും സമ്മതിക്കേണ്ടി വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അറബി ഭാഷാ വ്യാകരണ നിയമപ്രകാരം ഇവിടെ ഈ അയ്യുഹൻ നബിയു എന്നുള്ള വിളി വാസ്തവത്തിൽ ഒരാളെ വിളിക്കലല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ വിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഖ്തിസാസ് എന്നാണ് അതിന് അറബി ഗ്രാമർ പ്രകാരം അതിന്റെ നിയമം പേര്. ഇഖ്തിസാസ് എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രത്യേകാക്കുക, പ്രത്യേകം ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യലേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ അതിൽ നബിനെ വിളിക്കൽ ഉദ്ദേശമല്ല. പിന്നെന്താണ് അവിടെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നാഥ നീ രക്ഷയും സമാധാനവും അനുഗ്രഹവും ചൊരിയണമേ എന്ന് നബിക്ക് വേണ്ടി പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കുന്നു എന്ന ഒരു ഉദ്ദേശം മാത്രമേ അവിടെയുള്ളൂ. അതല്ലാതെ അവിടെ നബിയെ വിളിക്കുക എന്നുള്ള ഒരു നിദാ എന്നാണ് അറബി പറയാം. ആ ഒരു വിളിയുടെ രൂപം അവിടെയില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ദുർവ്യാഖ്യാനത്തിന്റെ ആളുകൾ പിൽക്കാലത്ത് വന്നെങ്കിലോ എന്നുള്ള നിലയ്ക്ക് തന്നെ ആയിരിക്കാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബാ കിറാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന്റെ ശേഷം അത്തഹിയാത്ത് ഓതുമ്പോൾ പല സ്വഹാബത്തും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയാറില്ലായിരുന്നു എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. പിന്നെന്താ അവർ പറഞ്ഞിരുന്നത്? അസ്സലാമു അലൻ നബിയ്യി എന്നാണ് പറയാറുണ്ടായിരുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നേർക്കുനേരെ ഒരാളോട് പറയുന്ന ആ സംബോധന ശൈലിയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി സ്ഥലത്തില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ അസ്സലാമു അലൻ നബിയ്യി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നായിരുന്നു അത്തഹിയാത്ത് ചൊല്ലിയിരുന്നത് എന്ന് സഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കിതാബുൽ ഇസ്തിദാനിൽ അദ്ദേഹം വിശദമായി ഈ കാര്യം പറയുന്നുണ്ട്. സ്വഹാബാ കിറാം വിശദീകരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അത്തഹിയാത്ത് പഠിപ്പിച്ചു തന്നു, ഒരു സൂറത്ത് പഠിപ്പിച്ചു തരുന്നത് പോലെ പഠിപ്പിച്ചു തന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലും നമുക്ക് ഈ പ്രയോഗം കാണാൻ സാധിക്കും. ഒരു സൂറത്ത്, ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരുന്ന ഗൗരവത്തോടുകൂടെയായിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് തശഹ്ഹുദ് പഠിപ്പിച്ചു തന്നിരുന്നത്. അങ്ങനെ അത്തഹിയാത്തിന്റെ ആ രൂപം ഇങ്ങനെ അദ്ദേഹം ചൊല്ലി അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതുവരെ അദ്ദേഹം ചൊല്ലിയിട്ട് അദ്ദേഹം പറഞ്ഞു വഹുവ ബൈന ളഹ്റാനൈനാ, പ്രവാചകൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കെ ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് ചൊല്ലിയിരുന്നത്. എന്നാൽ ഫലമ്മാ ഖുബിള, അവിടുന്ന് വഫാത്തായപ്പോൾ, റസൂലുള്ളാഹി മരണപ്പെട്ടപ്പോൾ, ഖുൽനാ പിന്നെ ഞങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങി അസ്സലാമു അലൻ നബിയ്യി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ള പ്രയോഗം മാറ്റിയിട്ട് അസ്സലാമു അലൻ നബിയ്യി, നബിയുടെ മേൽ രക്ഷയുണ്ടാവട്ടെ.
നബിയെ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ എന്നുള്ള ആ സംബോധനാ ശൈലി മാറ്റി അസ്സലാമു അലൻ നബി എന്നാക്കി ഞങ്ങൾ പാരായണം ചെയ്യുകയുണ്ടായി എന്ന്. ഇത് ഫത്ഹുൽ ബാരിയിൽ വളരെ വിശദമായി അതിന്റെ 2ാം വാള്യം 250-ാമത്തെ പേജിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വീണ്ടും പറയുന്നു, ഇതേ സംഭവം തന്നെ അബൂ അവാന അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല പണ്ഡിതന്മാരും വ്യത്യസ്തങ്ങളായ പരമ്പരകളിലൂടെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെയും പറഞ്ഞു റസൂലുള്ള വഫാത്തായതിന്റെ ശേഷം പിന്നെ ഞങ്ങൾ അസ്സലാമു അലൻ നബി എന്നാണ് പറഞ്ഞിരുന്നത് എന്ന്. വകദാലിക റവാഹു ഇബ്നു അബീ ശൈബ, ഇബ്നു അബീ ശൈബയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഖാല സുബ്കി ഫീ ശർഹിൽ മിൻഹാജ്, ഇമാം സുബ്കി ശാഫിഈ മദ്ഹബിലെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, മിൻഹാജിന്റെ ശർഹിൽ അദ്ദേഹം പറയാണ്, ഈ റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇൻ സഹഹ ഹാദാ അൻ സഹാബ, സഹാബാ കിറാം ഇങ്ങനെയാണ് അത്തഹിയാത്തിൽ ഇങ്ങനെയാണ് അസ്സലാമു അലൻ നബി എന്നാണ് പറഞ്ഞിരുന്നത് എന്നത് ശരിയാണെങ്കിൽ ദല്ല അതറിയിക്കുന്നു അലാ അന്നൽ ഖിതാബ ഫിസ്സലാമി ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു വാജിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഇങ്ങനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയേണ്ട നിർബന്ധമില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഫയഖാലു അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞാൽ മതി. ഖുൽതു, എന്നിട്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുകയാണ്, ഖുൽതു ഞാൻ പറയട്ടെ, ഖദ് സഹഹ ബിലാ റൈബിൻ, സ്വഹാബാ കിറാമിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശരിയാണെങ്കിൽ ഇനി ഇങ്ങനെ ചൊല്ലൽ നിർബന്ധമില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞല്ലോ. എന്നാൽ ഞാൻ പറയട്ടെ, സ്വഹാബാ കിറാമിൽ നിന്ന് ഇത് ശരിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വഖദ് വജദ്തു ലഹു മുതാബിയൻ ഖവിയൻ, ശക്തമായി ഇതിന് ഉപോത്ഫലകമായ വേറെയും ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. قال عبد الرزاق أخبرنا ابن جريج أخبرني عطاء أن الصحابة كانوا يقولون والنبي صلى الله عليه وسلم حي السلام عليك أيها النبي فلما مات قالوا السلام على النبي وهذا إسناد صحيح. ഫത്ഹുൽ ബാരി 2ാം വാള്യം 250-ാമത്തെ പേജ്. എന്താണ് അതിൽ പറയുന്നത്? മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സ്വഹാബത്ത് കാനു യഖൂലൂന, അവർ പറയാറുണ്ടായിരുന്നു, എപ്പോൾ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയ്യുൻ, റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് അത്തഹിയാത്തിൽ ചൊല്ലാറുണ്ടായിരുന്നു സ്വഹാബാ കിറാം. ഫലമ്മാ മാത, റസൂലുള്ള വഫാത്തായതിന്റെ ശേഷം ഖാലു, പിന്നെ അവർ ചൊല്ലിയത് അസ്സലാമു അലൻ നബി എന്നാണ്. വഹാദാ ഇസ്നാദുൻ സഹീഹ്, ഇത് സഹീഹായ പരമ്പരയോടുകൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാകുന്നു. എന്നിട്ട് അദ്ദേഹം പിന്നെയും 11-ാമത്തെ വാള്യത്തിൽ 56-ാം പേജിൽ ഈ വിഷയം തന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ബാഹ്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നഹും സ്വഹാബാ കിറാം കാനൂ യഖൂലൂന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ബികാഫിൽ ഖിതാബി ഫീ ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു അഭിസംബോധനാ ശൈലിയിൽ അവർ ഇങ്ങനെ സലാം ചൊല്ലിയിരുന്നത്. ഫലമ്മാ മാത്തൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള വഫാത്തായപ്പോൾ തറക്കു, അവർ ഉപേക്ഷിച്ചു അൽ ഖിതാബ്, ഈ ക അയ്യുഹ എന്ന് പറയുന്നത് ഉപേക്ഷിച്ചു. എന്നിട്ട് പിന്നെ അവർ ചൊല്ലിയത് ഫസാറു യഖൂലൂന അസ്സലാമു അലൻ നബി എന്നാണ് ചൊല്ലിപ്പോകുന്നത്. അപ്പൊ ഇന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് തന്നെ അത്തഹിയാത്തിൽ ചൊല്ലൽ നിർബന്ധമില്ല. നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് റസൂലുള്ള പഠിപ്പിച്ചിരുന്നത് അങ്ങനെ തന്നെയാണല്ലോ എന്ന സ്നേഹം വെച്ചുകൊണ്ട് നമുക്കൊക്കെ ഇപ്പോഴും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് തന്നെ ചൊല്ലാം. എന്നാൽ സ്വഹാബാ കിറാം അവരെന്ത് ചെയ്തു? അസ്സലാമു അലൻ നബി എന്നാക്കിയത് കൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച് മനസ്സിലാക്കി അവരാ ചെയ്ത കാര്യം, അതും ശരിയാണ്. അതുകൊണ്ട് അസ്സലാമു അലൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അത്തഹിയാത്ത് ചൊല്ലിയാലും ശരിയാണ്. കാരണം സത്യത്തിന്റെ പാതയിൽ ചരിച്ച സ്വഹാബാ കിറാം അങ്ങനെയാണ് നിർവഹിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു നമ്മൾ ചൊല്ലും പോലെ തന്നെ ചൊല്ലുന്നു. പക്ഷെ ഇവിടെ ദുർവ്യാഖ്യാനത്തിന് ഇങ്ങനെ ലോക മുസ്ലിങ്ങളോട് നിസ്കാരത്തിനിതാ മരണപ്പെട്ടു പോയ റസൂലുള്ളാനെ വിളിച്ചു തേടാൻ വേണ്ടി റസൂലുള്ള കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മഠയത്വം ഇസ്ലാമിൽ അതിന് രേഖയില്ല എന്ന് ചുരുക്കം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നമ്മൾ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നബിയെ വിളിച്ചുകൊണ്ട് നമ്മുടെ സങ്കടം പറയുകയാണെന്ന വിശ്വാസത്തോടുകൂടെയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ പ്രതിഫലമല്ല നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നത്. റസൂലുള്ള അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. നേരെ മറിച്ച് അവിടെ റസൂലുള്ളാക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അസ്സലാമു അലൻ നബി
നബിയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും റഹ്മത്തും ബർക്കത്തുകളും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും.